ഹായ് സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. വയനാട്ടിൽ ഇപ്പോൾ നിരന്തരമായിട്ടും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ പേടിയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കടുവയുടെ ആക്രമണം. അപ്പൊ കടുവ ആക്രമണം ഇപ്പോൾ വയനാട്ടിൽ എക്കാലത്തെക്കാട്ടിയും ഏറി വരികയാണെന്ന് ഉള്ള വസ്തുത ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ. കാട്ടാനയുടെ ശല്യം അത് വേറൊരു തരത്തിൽ, അതുപോലെ തന്നെ കടുവയുടേതായിട്ടുള്ള നിരന്തര ആക്രമണം. ഇപ്പൊ ഈയിടെയായിട്ട് കടുവയുടെ സാന്നിധ്യം വയനാടിന്റെ വിവിധ മേഖലകളിൽ, ഫോറസ്റ്റോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളിലും ഫോറസ്റ്റോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യ വാസ മേഖലകളിലൊക്കെ കടുവയും അതേപോലെ തന്നെ കാട്ടുപോത്തും കാട്ടാനയും ഇപ്പൊ വല്ലാണ്ട് അവരുടെ പ്രസൻസ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത്തരം ഒരു കടുവയുടെ ഒരു ആക്രമണമാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നടന്നിട്ടുള്ളത്. മാനന്തവാടിക്കടുത്തുള്ള പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദിവാസി യുവതിയായിട്ടുള്ള രാധയെ അവർ കാപ്പി പറിക്കാൻ പോയ സമയത്ത് കടുവയുടെ ആക്രമണം നേരിടുകയും കടുവ അവരെ കൊന്ന ഏകദേശം ഒരു 6 മീറ്ററോളം അവരെ വലിച്ച് വനത്തിനുള്ളിൽ കൊണ്ടുപോയിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ, ഈ മുതുക് കഴുത്തിന്റെ ഭാഗങ്ങളൊക്കെ കടുവ ഭക്ഷിക്കാനിടയായി തീർന്നു. രാധയുടെ ഭർത്താവ് ഒരു വനം വാച്ചറാണ്. അദ്ദേഹം ഇവരെ കൊണ്ടുവന്ന് ആ മേഖലയിൽ ഇറക്കി വിട്ടിട്ട് അദ്ദേഹത്തിന് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് തണ്ടർബോൾട്ട്, ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഒരുപാടുള്ള പ്രദേശമായതുകൊണ്ട് തണ്ടർബോൾട്ടിന്റെ നിരന്തരമായിട്ടുള്ള അവിടെ സെർച്ചിങ് ഉണ്ട്. അപ്പോൾ ആ സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് തണ്ടർബോൾട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു സ്ത്രീയുടെ ശരീരം കടുവ ഭക്ഷിച്ചതായിട്ട്, അത് കമഴ്ന്ന് കിടക്കുന്ന ഒരു ചിത്രമാണ് അവർ കാണുന്നത്. അപ്പൊ തന്നെ അവരത് പുറം ലോകത്തെ അറിയിക്കുന്നു. അത് വനം വാച്ചരായിട്ടുള്ള ഈ രാധയുടെ ഭർത്താവിന്റെ ചെവിയിലും എത്തുന്നു. താൻ ഒരിക്കലും വിചാരിച്ചില്ല തന്റെ ഭാര്യയാണെന്ന്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ആ മനുഷ്യന് തിരിച്ചറിയാൻ സാധിച്ചത് താൻ ഇറക്കി ഒരല്പം, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ മുമ്പോ ഇറക്കി വിട്ടിട്ട് പോയ തന്റെ ഭാര്യയാണ് ഈ ശവമായി കിടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ശരീരമാണ് ഇങ്ങനെ കടുവ ഭക്ഷിച്ച് കിടക്കുന്നതെന്ന് അറിഞ്ഞ് അദ്ദേഹം ഞെട്ടിപ്പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ നിരന്തരമായിട്ട് കടുവയുടെ സാന്നിധ്യം ഉള്ള ഒരു പ്രദേശങ്ങളിൽ പെട്ടൊരു പ്രദേശമാണ്. പക്ഷെ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കടുവ ആ പ്രദേശത്ത് ആദ്യമായിട്ടാണ് എന്നാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപക്ഷെ കടുവ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വരുന്നത് ആദ്യമായിട്ടായിരിക്കാം. എങ്കിൽ തന്നെ ആ ഫോറസ്റ്റിന്റെ ആ സർവൈലൻസ്, ആ സർക്കുലേഷനിലൊക്കെ ഈ കടുവയുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് കടുവ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചത്, അല്ലെങ്കിൽ അത് ഫിയർലെസ്ലി കടുവ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ വർഷമാണ് നമുക്കറിയാം, മാനന്തവാടിയിലെ തോമസ് എന്ന് പറയുന്ന കർഷകനെ കടുവ ആക്രമിക്കുകയും അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ഒരുപാട് സംഭവങ്ങൾ വയനാട്ടിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കടുവയുടെ പ്രസൻസ്, കടുവ മനുഷ്യനെ ആക്രമിച്ച് കൊല്ലുന്നതായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ. അപ്പോൾ ഇത് ഈ പഞ്ചാരക്കൊല്ലിയിൽ മാത്രമാണോ ഈ പ്രശ്നം ഉള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. ഒരിക്കലുമല്ല. പഞ്ചാരക്കൊല്ലിയിൽ മാത്രമല്ല ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്. ഇപ്പോൾ മുത്തങ്ങ, തോൽപ്പെട്ടി ഈ പ്രദേശങ്ങളൊക്കെ ഒരു ടൈഗർ റിസർവ്ഡ് ഏരിയ ആക്കി അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു മേഖലയാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഈ മേഖലയിൽ ഇപ്പോൾ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിയൊക്കെ എത്രയോ മടങ്ങ് കടുവകളുടെ സാന്നിധ്യം കൂടുന്നു. അപ്പോൾ നമുക്കറിയാം, കടുവ എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ ആനിമലാണ്. അവർക്ക് ഇത്ര ഏരിയ എന്ന് പറയുന്ന ഒരു മെയിൽ ടൈഗർ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് പിന്നെ വേറൊരു മെയിലിനെ അത് അലോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ 9 കിലോമീറ്റർ ആണ് അതിന്റെ ഒരു ടെറിട്ടറി ആയിട്ട് അത് മാർക്ക് ചെയ്യുന്നതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അത്രയും മേഖലയിൽ പിന്നെ ഒരു ആൺകടുവയ്ക്ക്, ഒരു മെച്ചൂർഡായ ഒരു ആൺകടുവയ്ക്ക് അവിടെ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടുകയും ഈ കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ട് ഇതിൽ കരുത്തരല്ലാത്ത കടുവകൾ ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ആട്ടി ഓടിക്കപ്പെടുന്ന കടുവകൾ മിക്കപ്പോഴും വന്നുപെടാറും ചില പരിക്കുകളും, ഈ സംഘട്ടനത്തിലൂടെയുള്ള പരിക്കുകളൊക്കെ ഏൽക്കുകയും, അല്ലെങ്കിൽ പ്രായമായ ചില കടുവകൾ ഈ ടെറിട്ടോറി നഷ്ടപ്പെട്ട് അവര് ഭക്ഷണം കിട്ടാതെയും വേട്ടയാടുവാനുള്ള സ്ഥലമൊന്നും ഇല്ലാതെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കടുവകളുടെ എണ്ണം ഗണ്യമായി വരുന്നത് കൊണ്ട് ഇവർക്ക് ടെറിട്ടറി നഷ്ടപ്പെട്ട് ഇവർ ജനവാസ മേഖലകളിൽ കൂടി അവരുടെ ഒരു സഞ്ചാര മേഖലയാക്കി മാറ്റുകയും അല്ലെങ്കിൽ വേട്ടഭൂമിയാക്കി മാറ്റുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആനിമലും ഹ്യൂമനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഇപ്പോൾ വയനാടിന്റെ പ്രദേശത്ത് കൂടുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്.
വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. പുൽപ്പള്ളിയുടെ പല മേഖലകളിലും കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കൽപ്പറ്റയോട് ചേർന്ന് കിടക്കുന്ന കൽപ്പറ്റയുടെ ആനപ്പാറ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ എസ്റ്റേറ്റ് മേഖലകളിൽ കടുവേനെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ക്യാമറകളും അതേപോലെ തന്നെ കൂടും ഒക്കെ സ്ഥാപിച്ച് കടുവയുടെ ദൃശ്യം കൃത്യമായിട്ട് അത് ക്യാമറയിൽ പതിഞ്ഞ പല ദൃശ്യങ്ങളും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് മേഖലകളാണ് ഇപ്പോൾ ഈ കടുവയുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയട്ടെ. ഈ ആനപ്പാറ മേഖലകളിൽ ഒരു തള്ളക്കടുവയും 2 കുട്ടികൾ അടങ്ങുന്ന 3 കടുവകളുടെ സാന്നിധ്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തിക്ക് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ പോലും നമുക്കറിയാം ഈ പറയുന്ന ചെമ്പ്രനോട് അടുത്ത് കിടക്കുന്ന വനമേഖലയുണ്ട്. അപ്പോൾ ഡെൻസ് ആയിട്ടുള്ള വനമേഖല പോലും അല്ലാഞ്ഞിട്ട് പോലും ആ മേഖലയിൽ ഈ ആനയുടെയും അതുപോലെ തന്നെ കടുവയുടെയും കാട്ടുപോത്തിന്റെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം നമുക്ക് ഇതിനു മുമ്പിട്ട് തന്നെ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും അത് ക്യാമറയുടെ സഹായത്തോടെ അത് വിഷ്വലൈസ് ചെയ്യാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന എൽസൺ എസ്റ്റേറ്റിൽ പുലിയുടെ സാന്നിധ്യം പലപ്പോഴായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായി ഇപ്പോൾ വയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും കാടാൽ അല്ലെങ്കിൽ വനഭൂമിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യവാസ മേഖലയാണ് വയനാടിന്റെ അധിക സ്ഥലങ്ങൾ. അപ്പോൾ അതിനെ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് സ്പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ കൽപ്പറ്റയാണ്. അതേസമയം പുൽപ്പള്ളി ആയിക്കോട്ടെ, മാനന്തവാടി ആയിക്കോട്ടെ, ബത്തേരി ആയിക്കോട്ടെ, ഈ മേഖലയൊക്കെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കുക, ജനങ്ങളുടെ ജോലി, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോവുകയും രാത്രികളിൽ അസമയത്തൊക്കെ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നത് അത് വളരെ വലിയ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഇത് കൂടുകയല്ലാതെ ഒട്ടും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലൊക്കെ ജനങ്ങൾ അതിരൂക്ഷമായ ഭയത്തോടു കൂടി തന്നെ താമസിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒന്നെങ്കിൽ കടുവ അല്ലെങ്കിൽ ഇതേപോലെ ആന, രണ്ടിലൊന്നിന്റെ ആക്രമണം എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഈ വയനാട്ടിൽ താമസിക്കുന്ന മനുഷ്യനായതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവർ ഒരു സമയത്തിന് മുമ്പ് തന്നെ തിരിച്ച് വീട്ടിൽ കയറും. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആനയുണ്ട് അല്ലെങ്കിൽ കടുവയുണ്ട്. അപ്പൊ ഇത് പേടിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിലൊക്കെ ആനയും ഒക്കെ പലപ്പോഴും അവർ കാണാറുണ്ട്. പലപ്പോഴും ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരി ഇഴയ്ക്ക് രക്ഷപ്പെട്ട ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളിലുണ്ട്. അപ്പൊ ഇവരൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറും. ഒരു 9-9:30 കഴിഞ്ഞാൽ പിന്നെ ആ മേഖലകളിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ കടുവയുടെ സാന്നിധ്യം ഈ പഞ്ചാരക്കൊല്ലിയിൽ മാത്രമല്ല, വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ കടുവയുടെയും ആനയുടെയും ഒക്കെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ രാധയെ കൊന്ന ആ കടുവേനെ നരഭോജി വിഭാഗത്തിൽപ്പെട്ട ഒരു കടുവയാണെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ആ മണ്ഡലത്തിന്റെ MLA ആയിട്ടുള്ള കേളു, അദ്ദേഹം ഇപ്പൊ മന്ത്രിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് ജനങ്ങളുമായിട്ട് സംസാരിച്ച് കുടുംബമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കുടുംബത്തിന് നഷ്ടപരിഹാരം 11 ലക്ഷം രൂപ കൊടുക്കുകയും അതേപോലെ തന്നെ ഒരു ഗവൺമെന്റ് ജോലി ആ കുടുംബത്തിൽ ഒരാൾക്ക് കൊടുക്കാമെന്നും അവർ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ജനങ്ങൾ നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവനെ എന്ത് ചെയ്യും എന്നാണ് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുവാൻ കേളു അല്ലെങ്കിൽ അവിടുത്തെ MLA അല്ലെങ്കിൽ ആ മന്ത്രി എന്ന് പറയുന്ന വ്യക്തിയും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ബാധ്യസ്ഥതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി പറഞ്ഞത് ഈ കടുവയെ ഒരു നരഭോജി വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുവാൻ, വെടിവെച്ച് കൊല്ലുവാനാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ജനങ്ങൾക്ക് സമാധാനത്തോടെ അവിടെ ജീവിക്കാൻ വേണ്ടി സാധിക്കും. ഇത് കേട്ടതിന് ശേഷമാണ് ജനങ്ങൾ കുറച്ചൊന്ന് ശാന്തരായതും അതേപോലെ തന്നെ രാധയുടെ ബോഡി വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായത് എന്നുള്ളത് എടുത്തു പറയട്ടെ. നേരത്തെ തോമസ് എന്ന് പറയുന്ന കർഷകൻ മരിച്ച സമയത്തും വളരെയധികം ജനരോക്ഷം ഉണ്ടായതാണ്. അതേപോലെ തന്നെ ഫോറസ്റ്റ് വാച്ചറായിട്ടുള്ള വ്യക്തി ആന ചവിട്ടിക്കുന്ന സമയത്തും ഒക്കെയും അന്നേരം പുൽപ്പള്ളി ടൗണിനെ മുഴുവൻ ഉപരോധിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്ത് വരികയുണ്ടായി. അപ്പൊ ജനങ്ങളാകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വനത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖലയിലെ ജനങ്ങൾ അതീവ ജാഗ്രതയിലും അവർ വളരെയധികം അസ്വസ്ഥരാണ്. കാരണം ഈ ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ എക്കാലത്തെയും വലിയ തോതിലാണ് ഉള്ളത് എന്ന് എടുത്തു പറഞ്ഞോട്ടെ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫെൻസിങ് കാര്യങ്ങളോ ഒന്നും ഈ മേഖലകളിൽ കൃത്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന എന്ന് ഉള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ ആരോപണമല്ല, അത് വസ്തുതയാണ്. അത് നിരന്തരമായി ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പലപ്പോഴും പല ടെൻഡറുകളുടെ പേരിലും ഇത് ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഫണ്ടില്ല എന്ന പേരിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നുണ്ട്. അത് ഒരു തരത്തിൽ ആളുകളും അതേപോലെ തന്നെ അവിടുത്തെ അധികാരികളുമായിട്ടുള്ള തർക്കത്തിനും ഇങ്ങനെ വാഗ്വാദങ്ങൾക്കൊക്കെ ഇടയാക്കുന്നുണ്ട്. ഇത് മനുഷ്യന്റെ കാഷ്വാലിറ്റിക്ക് വലിയ രീതിയിലുള്ള കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ
കേളു പറഞ്ഞിരിക്കുന്നത് ജനകീയമായ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഒരു ഫെൻസിങ്ങിന്റെ നടപടിക്രമങ്ങളിലേക്ക് അടിയന്തരമായി തന്നെ പോകും എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഒരു എന്താ പറയുന്ന ഒരു കമ്പനി വന്നിട്ട് അവർ ടെൻഡർ എടുത്ത് ഇതെല്ലാം ചെയ്യാനൊന്നും എന്ത് ചെയ്യത്തില്ല. അതിനൊക്കെ ഒരുപാട് കാലതാമസം ഉണ്ടാകും എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കാം ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ ജനങ്ങൾ ഒരുപക്ഷെ ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരെ ശക്തമായ രീതിയിൽ അവരെ ഉപരോധിക്കുകയും ജനങ്ങളുടെ രോക്ഷം എന്താണെന്നും ജനങ്ങളുടേതായിട്ടുള്ള ഈ പ്രതിഷേധത്തിന്റെ ശക്തി എന്താണെന്നുള്ളതും ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള തുടർ നടപടികൾ ഒരുപക്ഷെ താങ്ങാൻ കഴിയുന്നതിനെക്കാട്ടി അപ്പുറത്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ വയനാട് സേഫാണോ, സഞ്ചാരികൾക്ക് സേഫാണോ എന്ന് ചോദിച്ചാൽ വളരെ സേഫാണ്. ഇപ്പൊ ഇത് വിചാരിച്ചിട്ട് ഒരുപാട് വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികളെയാണ് ഞാനിപ്പോ മുഖ്യമായിട്ടും എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്, നിങ്ങളെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പൊ വയനാട്ടിലേക്ക് വരുന്ന ഈ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളോട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ വയനാട്. നിങ്ങൾ ഇപ്പൊ ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ മെട്രോ സിറ്റികളിൽ പല സിറ്റികളിലും നഗരങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ വളരെയധികം കൗതുകമുള്ള കാഴ്ചകളാണ്. വയനാട്ടിൽ ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാം, ആനിമൽസിനെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. ഇവിടെ നിരന്തരമായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു സംഘടന നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നുള്ളത് ഞാനൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. അല്ലാതെ കണ്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടുവ പിടിക്കും, ആന ചവിട്ടിക്കൊല്ലും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ ശാന്തമാണ്. പക്ഷെ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യവാസ മേഖലകളിൽ ഈ ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന അത് സർവ്വസാധാരണമായി കാണപ്പെടുന്നതാണ്. അവിടെ പലപ്പോഴും ജനങ്ങൾ എടുക്കുന്ന പ്രിക്കോഷൻസ് കൊണ്ടാണ് പല അപകടങ്ങളും അവിടെ ഒഴിവായി പോകുന്നത്. ജനങ്ങൾക്കറിയാം, ഈ വനമേഖലയോട് അടുത്ത് താമസിക്കുന്ന ജനങ്ങൾക്കറിയാം അവിടെ എങ്ങനെയായിരിക്കും മൃഗങ്ങളുടെ സാന്നിധ്യം, അത് എപ്പോഴായിരിക്കും ഉണ്ടാകുക എന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായി അറിയാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇതിനകത്ത് പ്രഡിക്ഷൻ ഇല്ലാതെ വരുന്ന ഒരു സംഭവമാണ് ഈ കടുവയുടെ ആക്രമണങ്ങൾ. ഇങ്ങനെ ഈ വനത്തിൽ നിന്ന് കയറി വന്ന് മനുഷ്യവാസ മേഖലയിലോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാർഷിക മേഖലകളിലേക്കോ അതിക്രമിച്ചു കയറുന്നു. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഈ അടുത്ത ഇടയായിട്ട് ഇപ്പോൾ ഏറി വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇത് വളരെ കുറവായിരുന്നു. അപ്പോൾ വയനാടിന്റെ വിവിധ മേഖലകളിൽ ഇപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇത് ജനങ്ങളിപ്പോ ചിന്തിക്കുന്ന, പുറത്തെ ജില്ലക്കാരിപ്പോ ചിന്തിക്കുന്ന ഇത് പഞ്ചാരക്കൊല്ലിയിലെ മാത്രം പ്രശ്നമാണ്, മാനന്തവാടിയിലെ മാത്രം പ്രശ്നമാണ്. മാനന്തവാടിയിലെ മാത്രം പ്രശ്നമല്ല ഇത്. ഇപ്പോൾ നിരന്തരമായി ഇത്തരം സാഹചര്യങ്ങൾ വയനാട്ടിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ വനഭൂമിയുടെ വിസ്തൃതി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനെക്കാട്ടി കൂടുതൽ ആനിമൽസ് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് പുറത്തേക്ക് പോകും. അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് ഈ പറയുന്ന ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനും ഇങ്ങനെയുള്ള ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഒഴിവാക്കാനും ഒക്കെ സാധിക്കുള്ളൂ. ഒത്തിരി മറ്റു സംഭവം പറയുകയാണെങ്കിൽ ഈ മൃഗങ്ങൾ, വളർത്തു മൃഗങ്ങളെ ഒരുപാടെണ്ണത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഈ വളർത്തു മൃഗങ്ങളെ കൊല്ലുന്നുണ്ട്. ഈ കാട്ടുമൃഗങ്ങൾ വന്ന് കൊല്ലുന്നുണ്ട്. പുലിയും കടുവയും ഒക്കെ അതിനെ കൊല്ലുകയും അത് ഈ പറഞ്ഞ കർഷകർക്ക് വലിയ നാശം സംഭവിക്കുന്നുണ്ട്. ഇനി വേറെ കാര്യം പറയുന്നത് കാട്ടുപന്നിയുടെ ആക്രമണം, അതേപോലെ തന്നെ കാട്ടുപോത്തിന്റെ ആക്രമണം, മാനിന്റെ ആക്രമണം, അതേപോലെ ആന ഈ പറയുന്ന പോലുള്ള ഈ കൃഷിഭൂമികളിൽ ഈ പറയുന്ന ജന്തുജീവികളെല്ലാം ഈ കൃഷിഭൂമിയിൽ ആക്രമണം നടത്തുന്നുണ്ട്, കൃഷിയെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരം ഈ പറയുന്ന കർഷകനും ഈ കാട്ടുമൃഗങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വയനാടിന്റെ പ്രദേശത്ത് ഏറി വരികയാണ്. ഇതിന് മീതെ കൃത്യമായ നടപടികളും കൃത്യമായുള്ള ബയോ ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് ഫെൻസിങ് സംവിധാനത്തിലൂടെ ഈ ഫോറസ്റ്റിനെയും കൃഷിഭൂമിയും തമ്മിൽ വേർതിരിക്കണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി സാധിക്കുക. അധികാരികൾ ഇതിനകത്ത് മുന്നോട്ട് ഇറങ്ങുന്നില്ല എങ്കിൽ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ വയനാടിന്റെ പ്രദേശത്ത് ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി സാധിക്കുന്നത്. ആരെയും വിമർശിക്കാനോ നുണക്കഥകൾ പ്രചരിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ജനങ്ങൾ കൃത്യമായിട്ടും അതിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കട്ടെ. അധികാരികൾ അതിന്മേൽ തീരുമാനമെടുക്കട്ടെ. ഇല്ലെങ്കിൽ ഇതൊരു വലിയൊരു കാഷ്വാലിറ്റീസ് ഈ വയനാടിന്റെ പ്രദേശത്ത് ഉണ്ടാക്കും എന്നതിൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വയനാട്ടിൽ ഇങ്ങനെ നോർമലി ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.